ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. എന്താണ്? കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, സഫുകൾക്കിടയിൽ പരമാവധി അകലം. സഫുകൾക്കിടയിൽ എത്രയാണ് പരമാവധി അകലം വേണ്ടത് എന്നാണ്. 3 മുഴമാണ്. 3 മുഴം. അപ്പം അത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ചുരുക്കി നിസ്കരിക്കാൻ പറ്റുന്ന യാത്ര. ചുരുക്കി നിസ്കരിക്കാൻ പറ്റുന്ന യാത്രയാണ് 132 കിലോമീറ്റർ ദൂരമുള്ള യാത്ര. അപ്പോൾ അവിടെ 132 കിലോമീറ്റർ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് 3, പാവങ്ങളുടെ ഹജ്ജാണ് എന്ത്? ജുമുഅ. ജുമുഅ പാവങ്ങളുടെ ഹജ്ജാണ്. അടുത്തത്, റമളാനിൽ സുഗന്ധം ഒഴിവാക്കണം. എപ്പോഴാണ്? പകൽ സമയത്താണ് റമളാനിൽ സുഗന്ധം ഒഴിവാക്കേണ്ടത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത്, ദിവസങ്ങളുടെ നേതാവ്. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച. അടുത്തത്, ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം എപ്പോഴാണ്? ഇവിടെ അർദ്ധരാത്രി. അർദ്ധരാത്രി എന്നതാണ് നമുക്ക് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളതിൽ പറയുന്നുണ്ട്, അർദ്ധരാത്രിയും ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും ഉള്ള ദുആ സ്വീകരിക്കപ്പെടും. അതുപോലെ അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കുന്ന സമയങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ ഇവിടെ വന്നത് അർദ്ധരാത്രി എന്നതാണ്. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനാണ് വന്നത്. എന്താണ്? പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമ. അതിൻ്റെ എന്താണ്? മാലിക് യൗമിദ്ദീൻ എന്ന ഓപ്ഷൻ ഡി ആണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത്, ജമാഅത്തിനെ നിങ്ങൾ കൈവെടിയരുത്. എന്താണ്? ഫഅലൈക്കും ബിൽ ജമാഅത്തി. നമ്മളെ പാഠത്തിൻ്റെ അടിയിലൊക്കെ വരുന്ന ബോക്സാണത്. ജമാഅത്തിനെ നിങ്ങൾ കൈവെടിയരുത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഇ എന്നത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ഇസ്ലാം മതം എളുപ്പമാണ്. എന്താണ്? ഇന്നദ്ദീന യുസ്റുൻ. ഇസ്ലാം മതം എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ എ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? നോമ്പെടുക്കുക ഭക്തരാവുക. നോമ്പെടുക്കുക ഭക്തരാവുക. സൂമു തത്തക്കൂ. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? വിശ്വാസികളുടെ പെരുന്നാൾ. വിശ്വാസികളുടെ പെരുന്നാൾ എന്താണ്? ഈദുൽ മുഅ്മിനീൻ. ഈദുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതാം. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ഈ ബോക്സുകളും പാഠത്തിൻ്റെ പേരൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ മാച്ച് ചെയ്യാൻ വരാം. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്താണ്? അറബി അല്ലാത്ത ഒരു ഭാഷയിലും ഡാഷ് നിർവഹിക്കാൻ പാടില്ല. എന്താണ്? ഖുതുബ. ഖുതുബ നിർവഹിക്കാൻ പാടില്ല. അടുത്തത്, ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കൽ പുരുഷന്മാർക്ക് ഡാഷാണ്. എന്തെഴുതാം അവിടെ? ഫർള് കിഫായയാണ്. പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ. അടുത്തത്, അല്ലാഹുമ്മ ലക്ക ഡാഷ് വഅലാ റിസ്കിക അഫ്തർതു. നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. എഴുതാം. അടുത്തത് എന്താണ്? അൽ ജുമുഅത്തു ഹജ്ജു ഡാഷ് വൽ മസാക്കീൻ. എന്താണ്? അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി. ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ. ജുമുഅ പാവങ്ങളുടെ ഹജ്ജാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എല്ലാ പാഠത്തുനിന്നും വരാം. അർത്ഥം എഴുതാൻ വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഡാഷ് മുന്നിടൽ നിർബന്ധമില്ല. എന്താണ്? കിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല. അടുത്തതാ, നിൽക്കാൻ കഴിവുള്ളവർ ഡാഷ് നിസ്കാരം ഇരുന്ന് നിർവഹിക്കാൻ പാടില്ല. ഏത് നിസ്കാരമാണ്? ഫർള് നിസ്കാരം. അപ്പോൾ അവിടെ ഫർള് നിസ്കാരം ഇരുന്ന് നിർവഹിക്കാൻ പാടില്ല എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ജമാഅത്തിന്
ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടി പ്രതിഫലമാണ്? ജമാഅത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ 27 ഇരട്ടി എന്ന് എഴുതാം. അടുത്തത്, മഅ്മൂമ് ഒന്നേ ഉള്ളുവെങ്കിൽ ഇമാമിൻ്റെ ഏതു ഭാഗത്ത് നിൽക്കണം? ഏത് ഭാഗത്താണ്? ഒരു മഅ്മൂമ് മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക. പിന്നീടെത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക. ശേഷം രണ്ടുപേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സഫായി ഇറങ്ങി നിൽക്കുക. അപ്പോൾ അത് ഇമാമിൻ്റെ കൂടെ ഒരാളുള്ളൂ എങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ചോദ്യം വന്നാലൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? ദുആക്ക് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന മാസം ഏതെന്ന്? ഏതാണ് മാസം? റമളാൻ മാസം. റമളാൻ മാസത്തിലാണ്. അപ്പോൾ അത് മാസം ചോദിച്ചത് നമുക്കവിടെ റമളാൻ മാസം എന്ന് എഴുതാം. അടുത്തത്, ജുമുഅക്ക് ആവശ്യമായ ആളുകളുടെ മിനിമം എണ്ണം എത്ര? എത്ര ആൾ വേണം? 40 ആളുകൾ വേണം. ജുമുഅയുടെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ജുമുഅക്ക് മതിയാവുന്ന 40 ആളുകൾ കേൾക്കുക എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എത്ര ആളുകൾ വേണമെന്ന് വെച്ചാൽ 40 ആളുകൾ വേണം. അടുത്തത്, ജുമുഅക്ക് എത്ര അദാൻ വേണം? ജുമുഅക്ക് എത്ര അദാൻ വേണം? 2 അദാൻ വേണം. അദാൻ ബാങ്ക്. ജുമുഅക്ക് 2 അദാൻ വേണം. അടുത്ത ചോദ്യം, ഏത് ഖുതുബയിലാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ഏത് ഖുതുബയിലാണ്? 2 ഖുതുബയാണ്. അതിൽ 2-ാം ഖുതുബയിലാണ് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യേണ്ടത്. 2-ാം ഖുതുബയിലാണ് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 2-ാം ഖുതുബയിൽ എന്ന് എഴുതാം. പിന്നെ 2-ാലൊരു ഖുതുബയിൽ പൂർണ്ണ ആശയമുള്ള ഒരു ആയത്ത് ഓതുക. ഇത് 1-ാം ഖുതുബയിലാണ് ഉത്തമം. അപ്പോൾ പൂർണ്ണ ആശയമുള്ള ആയത്ത് ഓതൽ ഉത്തമമാണ് ഏത് ഖുതുബയിൽ എന്ന് ചോദിക്കാം. അപ്പം 1-ാം ഖുതുബയിലാവലാണ് ഉത്തമം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇരുന്ന് നിസ്കരിക്കുന്നവർ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ഇരുന്ന് നിസ്കരിക്കുന്നവർ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ എങ്ങനെയാണ്? ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആകും. കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ ആകും. അടുത്തത്, വെള്ളിയാഴ്ച രാപ്പകലുകളിൽ ചൊല്ലണം എന്ത്? വെള്ളിയാഴ്ച രാപ്പകലുകളിൽ ചൊല്ലണം എന്തെല്ലാമാണ്? സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും കൂടുതലായി ചൊല്ലണം. സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും കൂടുതലായി ചൊല്ലണം. അടുത്തത് എന്താണ്? ജുമുഅയുടെ സുന്നത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ജുമുഅയുടെ സുന്നത്തുകളിൽ എന്തൊക്കെ എഴുതാം നമുക്ക്? വെളുത്ത വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, നടന്നു പോവുക, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, തല മറക്കുക. ഇതൊക്കെ ജുമുഅയുടെ സുന്നത്തുകളാണ്. അപ്പോൾ അത് 2 എണ്ണം എഴുതുക. അടുത്തത്, നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കും ആർക്ക്? ആർക്കാണ് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നത്? 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന്. അടുത്തത് എന്താണ്? നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. അപ്പോൾ അത് 2 എണ്ണം എഴുതുക. അടുത്ത ചോദ്യം, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണ്? ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്,
ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. അപ്പോൾ അതായത് അർദ്ധരാത്രിയും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. അടുത്ത എന്താണ്? 2 ഖുതുബയിലും നിർബന്ധമായ 3 റുക്നുകൾ ഏവ. ഖുതുബയിൽ നിർബന്ധമായ റുക്നുകൾ. അപ്പോൾ 2 ഖുതുബയിലും നിർബന്ധമായത് വേണം. അത് 3 എഴുതണം. അല്ലാഹു തആലയെ സ്തുതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഉപദേശിക്കുക. ഈ 3 കാര്യങ്ങൾ 2 ഖുതുബയിലും നിർബന്ധമാണ്. അപ്പോൾ അത് 3 എഴുതാം. ഇനി ഇവിടെ നമുക്ക് 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് ഖുതുബയുടെ ഷർത്തുകളാണ്. അതുപോലെ യാത്രയിലെ ജംഉം കസറും, ഇത് രണ്ടുമാണ് വന്നത്. അതുപോലെ നമുക്ക് എന്തൊക്കെ വരാം? വെള്ളിയാഴ്ചക്കുറിച്ച് വരാം, നോമ്പിനെ കുറിച്ച് എഴുതാൻ വരാം, ജമാഅത്തിനെ കുറിച്ചിട്ട് എഴുതാൻ വരാം, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയത്തെക്കുറിച്ചിട്ട് എഴുതാൻ വരാം. അപ്പോൾ ഇത്രയും പാഠങ്ങളിൽ നിന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഖുതുബയുടെ ഷർത്തുകൾ എന്തൊക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം? ളുഹറിൻ്റെ സമയത്താവുക, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക, അറബി ഭാഷയിലാവുക, ജുമാ ശരിയാവാൻ പരിഗണിക്കപ്പെടുന്ന 40 ആളുകൾ കേൾക്കുന്ന വിധത്തിലാവുക, 2 ഖുതുബക്കിടയിൽ ഇരിക്കുക, 2 ഖുതുബകൾക്കിടയിലും ഖുതുബയുടെ അർക്കാനുകൾക്കിടയിലും ഖുതുബക്കും നിസ്കാരത്തിനുമിടയിൽ മുവാലാത്ത് ഉണ്ടാവുക. ഇതൊക്കെ ഖുതുബയുടെ ഷർത്തുകളാണ്. അതൊക്കെ ചേർത്ത് അവിടെ 5 വരി കുറയാതെ എഴുതാം. പിന്നെന്താ? യാത്രയിലെ ജംഉം കസ്റുമാണ് ഇതിൽ വന്നത്. ഹലാലായ യാത്രയിൽ 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ 4 റക്അത്തിലുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാം. അതുപോലെ അസറിനെ ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും ളുഹറിനെ അസറിലേക്ക് പിന്തിച്ചും ജംആക്കാം. അതുപോലെ ഇഷായിനെ മഗ്രിബിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും മഗ്രിബിനെ ഇഷായിൻ്റെ സമയത്തേക്ക് പിന്തിച്ചും ജംആക്കാം. പിന്തിച്ച് ജംആക്കുകയാണെങ്കിൽ 1ാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഇല്ലെങ്കിൽ അത് ഖളായി പോകും. ളുഹറിനെയും അസറിനെയും 2 റക്അത്ത് വീതമായി ചുരുക്കി നിസ്കരിക്കാം. ഇതിന് കസ്റ് എന്ന് പറയുന്നു. ളുഹർ എന്ന ഫർള് 2 റക്അത്ത് കസ്റാക്കി കിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ളുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ അസറിനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഇത്രയും നമുക്കവിടെ യാത്രയിലെ ജംഉം കസറും എന്നതിനെക്കുറിച്ച് നമുക്കവിടെ എഴുതി കൊടുക്കാം. നമുക്ക് 7ാമത്തെ പാഠഭാഗം മുതലാണ് ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും പാഠഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് മറ്റു ചോദ്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വോയിസ് ആയിട്ട് ആഡ് ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കി റിവിഷൻ ആയിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണ്? ദുആ ചെയ്യാത്തവരാണ്. ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. നിസ്കാര ശേഷമുള്ള ദുആ പറയുന്നുണ്ട് 7ാമത്തെ പാഠത്തിൽ. അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അതൊന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ഡാഷ് വലി വാലിദീന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതൊക്കെ വരാം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതായത് ദുആ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹിഫ്ള് എക്സാമിനും ചോദ്യം വരാം. മനസ്സിലാക്കുക. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. അപ്പോൾ അത് പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഒരു ബോക്സിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അങ്ങനത്തെ പോയിന്റുകളൊക്കെ. പിന്നെ 8ാമത്തെ പാഠത്തിൽ അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ് ഡാഷ്. എന്താണ്? നിസ്കാരം. അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അതിന് ഏതെങ്കിലും ഒന്ന് വിട്ടിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിസ്കാരത്തിൽ ഭക്തിയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കും. നിസ്കാരത്തിൽ ഭക്തിയുള്ള
സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കും. സത്യവിശ്വാസികൾ എന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഫാത്തിഹയിൽ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തു പറയും? അങ്ങനെ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ കഴിയണം. എന്താണ്? എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു താല പറയും. അതുപോലെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാം. അർ-റഹ്മാൻ റഹീം എന്ന് അടിമ പറഞ്ഞാൽ അള്ളാഹു പറയും എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്താണ്? ഇത് എനിക്കും എൻ്റെ അടിമക്കുമിടയിലുള്ള കാര്യമാണെന്ന് അള്ളാഹു താല പറയും. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അത് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരുന്നു. അപ്പോൾ പേര് മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരുന്നു ആര്? അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആമീൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ചോദ്യം വരാം. എന്താണ്? ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമീൻ എന്നാൽ മനസ്സിലാക്കുക. ഫാത്തിഹയുടെ അർത്ഥം വരുന്നുണ്ട് ആ പാഠത്തിലെ അവസാനം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമാണ് ബുദ്ധിയുള്ള കാലത്തോളം. മനസ്സിലാക്കുക. മലർന്ന് കിടന്ന് തല കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും മനസ്സിൽ കൊണ്ടുവരണം. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവർ ഇരുന്ന് നിസ്കരിച്ചാലുള്ള വിധി എന്താണ്? നിസ്കാരം സ്വഹീഹാവുകയില്ല. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫായയാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാ ജമാഅത്തിലും പങ്കെടുക്കാൻ കഴിയുന്നത് മുഅ്മിനിൻ്റെ വലിയ ഭാഗ്യമാണ്. മുഅ്മിനിൻ്റെ വലിയ ഭാഗ്യമാണ് എന്ത്? എല്ലാ ജമാഅത്തിലും പങ്കെടുക്കാൻ കഴിയുന്നത്. ആദ്യ സഫിൽ നിൽക്കുക, അത് തന്നെ ഇമാമിൻ്റെ നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്തോ നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. 40 ദിവസം ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നവന് നരകമോചനവും കാപഢ്യത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആദ്യ സഫിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലം അറിയുകയാണെങ്കിൽ അതിന് വേണ്ടി നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളും അദബുകളും പാലിച്ചെങ്കിലേ ഈ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യുക. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യുക ജമാഅത്തിൻ്റെ ഷർത്തുകളാണ്. ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കുക. റുക്കൂഅ്, സുജൂദ് പോലുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക. മസ്ജിദായി വഖഫ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഇമാമിൻ്റെയോ ഇമാമിനെ കാണുന്നവരെയോ കാണും വിധം നിൽക്കലും കിബിലക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയലും ഒക്കെ ജമാഅത്തിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ ജമാഅത്തിനെ കുറിച്ചിട്ടൊക്കെ 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാലൊക്കെ ഇത് എഴുതണം. ജമാഅത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. അത് വരാം. പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. ഇമാമിനേക്കാൾ ഡാഷ് കൊണ്ട് മുന്താതിരിക്കുക, മടമ്പ് കൊണ്ട്. റുക്കൂഅ്, സുജൂദ് പോലുള്ളതിലേക്കുള്ള നീക്കങ്ങൾ അറിയണം. ആരാ അറിയേണ്ടത്? ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയേണ്ടത് മഅ്മൂമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ധൃതിയില്ലാതെ നടന്നു പോവുക, ഇഖാമത്തിന് ശേഷം എഴുന്നേൽക്കുക, സഫ് ശരിയാക്കുക, ആളുകൾക്കിടയിൽ വിടവില്ലാതിരിക്കുക, സഫുകൾക്കിടയിൽ 3 മുഴത്തിലധികം ഇല്ലാതിരിക്കുക. ഇമാമിൻ്റെ കൂടെ ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ അല്പം പിറകിലായി വലതുഭാഗത്ത് നിൽക്കുക. പിന്നീടെത്തുന്നവർ ഇടതുഭാഗത്ത് നിൽക്കുക. ശേഷം 2 പേരും ഒന്നിച്ച് ഇമാമിൻ്റെ നേരെ പിറകിലേക്ക് സഫായി ഇറങ്ങി നിൽക്കുക. ഇതൊക്കെ ജമാഅത്തിൻ്റെ സുന്നത്തുകളും അദബുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ചോദ്യങ്ങൾ വരും. എന്തിനു ശേഷമാണ് എഴുന്നേൽക്കേണ്ടത്? ഇഖാമത്തിന് ശേഷമാണ്. സഫുകൾക്കിടയിൽ എത്ര അകലം വേണം?
3 മുഴം അകലം വേണം. സവ്വു സുഫൂഫക്കും, സഫുകൾ ശരിപ്പെടുത്ത്. ഇക്കാമത്തിന് ശേഷം ഇമാമ് നിർദ്ദേശിക്കും. സവ്വു സുഫൂഫക്കും, സഫുകൾ ശരിപ്പെടുത്തി നിൽക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണ്. വെള്ളിയാഴ്ച ആദ്യ സമയത്ത് മസ്ജിദിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തെ സമയത്ത് എത്തുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. മൂന്നാമത്തെ സമയത്ത് എത്തുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്യുന്ന പ്രതിഫലം. അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും. ഈ പ്രതിഫലം കണക്കാക്കുന്നത് ഇമാമ് ഹുതുബക്ക് മിമ്പറയിൽ കയറുന്നത് വരെയാണ്. പ്രഭാതം മുതൽ ഇമാമ് ഹുതുബക്ക് മിമ്പറയിൽ കയറുന്നത് വരെയുള്ള സമയത്തെ 6 ആയി ഭാഗിച്ചു കൊണ്ടാണ് ഈ ക്രമം കണക്കാക്കിയത്. മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചത്തെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ എന്താണ് കാരണമാകുന്നത്? ജുമുഅ. പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രരും ശർഇയായ ഉദിറുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. ശർഇയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ഹൃദയത്തിൽ സീല് വെക്കുമെന്ന് ഹദീസിലുണ്ട്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ്. ചോദ്യം വരും, വെള്ളിയാഴ്ച സുബ്ഹിന് ശേഷം യാത്ര പോവൽ ഹറാമാണ് ആരാണ്? ജുമുഅ നഷ്ടപ്പെടുമെന്ന് വരുന്നവർ. ജുമുഅ നിർബന്ധമായ നാട്ടിൽ വെച്ചാവുക. ളുഹറിൻ്റെ വക്തിലാവുക. ജുമുഅക്ക് മതിയാവുന്ന 40 ആളുകളെ കൊണ്ടാവുക. 2 ഖുതുബക്ക് ശേഷമാവുക. ജുമുഅയുടെ 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക. ആ ജുമുഅയോട് കൂടെ അതിൻ്റെ മുമ്പോ ആ ദിവസം ആ നാട്ടിൽ മറ്റൊരു ജുമുഅ നടക്കാതിരിക്കുക. എന്നാൽ ശർഇയായ ചില കാരണങ്ങളാൽ ഒരു നാട്ടിൽ ഒന്നിലധികം ജുമുഅ അനുവദനീയമാവുന്ന സാഹചര്യമുണ്ടാവാം. മനസ്സിലാക്കുക. ഇതൊക്കെ എന്താണ്? ജുമുഅയുടെ ഷർത്തുകളാണ്. ഇതൊക്കെ 5 വരി കുറയാതെ എഴുതാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും വർദ്ധിപ്പിക്കണം. സുബഹിന് ശേഷം കുളിക്കുക, നഖം മുറിക്കുക, ശരീരത്തിലെ അഴുക്ക് നീക്കുക, നല്ല വെളുത്ത വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, നടന്നു പോകുക, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, തല മറക്കുക. ഇതൊക്കെ ജുമുഅയുടെ സുന്നത്തുകളാണ്. ഇതൊക്കെ മാച്ച് ചെയ്യാൻ വരാം. ജുമുഅയുടെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സുഗന്ധം പൂശുക ഒക്കെ കൊടുക്കാം. മനസ്സിലാക്കുക. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ. പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ. ഈദുൽ മൊഈൻ, വിശ്വാസികളുടെ പെരുന്നാൾ. ജുമുഅക്ക് 2 അദാനുണ്ട്. ജുമുഅയുടെ ഖുതുബയെ കുറിച്ച് 5 വരി കുറയാതെ എഴുതാമെന്ന് എന്തൊക്കെ എഴുതാം? ഖുതുബ അറബിയിൽ നിർവഹിക്കണം. അറബി അല്ലാത്ത ഒരു ഭാഷയിലും അത് നിർവഹിക്കാൻ പാടില്ല. ജുമുഅ നിസ്കരിക്കുന്നതിന് മുമ്പ് അറബിയിൽ 2 ഖുതുബ നിർവഹിക്കൽ ജുമുഅയുടെ ഷർത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുതുബ. അതിന് ഷർത്തുകളും റുക്നുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരുമെല്ലാം അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കൽ ബിദ്അത്തും ളലാലത്തുമാണ്. അപ്പോൾ അത് ഖുതുബയെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ എഴുതണം. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ പാടില്ല. നിസ്കാരം പോലെ ഒരു ഇബാദത്താണെന്ത്? ഖുതുബ. ഖുതുബയുടെ ഷർത്തുകളും റുക്നുകളും ഒക്കെ
നന്നായി മനസ്സിലാക്കി പഠിക്കുക. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കുക. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടതും ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തും ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നതും വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കുമെന്ന് വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞ ഹദീസിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഹലാലായ യാത്രയിൽ എത്ര കിലോമീറ്റർ ദൂരമുള്ള യാത്രയിലാണ് ജംഉം കസ്റും അനുവദനീയം? 132 കിലോമീറ്റർ. ജംഉം കസ്റും ഇല്ലാത്ത നിസ്കാരമാണ് സുബ്ഹ്. സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. റമദാൻ മാസം സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലമാണ്. നോമ്പ് അനുഷ്ഠിച്ചവന് അന്ത്യനാളിൽ റമദാൻ ശുപാർശ ചെയ്യും. റമദാൻ ശുപാർശ ചെയ്യും ആർക്ക്? നോമ്പ് അനുഷ്ഠിച്ചവന്. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും. ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. തുറക്കപ്പെടുന്ന ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ലത് വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. നോമ്പിൻ്റെ ഫർളുകൾ 2. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ. ഇതാണ് നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിൻ്റെ ഫർളുകൾ എത്ര? 2. ഏതെല്ലാം? അപ്പോൾ എഴുതുക. എന്താണ് നോമ്പിൻ്റെ നിയ്യത്ത്? അർത്ഥസഹിതം എഴുതാൻ വരും. നവൈത്തു സൗമാദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല, ഈ വർഷത്തെ റമളാൻ മാസത്തിലെ ഫർളായ അദായ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതിയെന്ന് നിയ്യത്ത് ചെയ്യണം. നോമ്പിൻ്റെ സുന്നത്തുകൾ പറയുന്നുണ്ട്. അതും ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് വരാം. സുന്നത്തുകൾ: അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കണം. ഖുർആൻ പാരായണവും ദിക്റും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കണം. റമദാനിൽ വർദ്ധിപ്പിക്കണം എന്ത് എന്നൊക്കെ ചോദ്യം വരും. എത്തിക്കാഫ് നിർവഹിക്കൽ, പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ. പകൽ സമയം സുഗന്ധം ഒഴിവാക്കണം. എപ്പോൾ? റമദാനിൽ. മനസ്സിലാക്കി പഠിക്കുക. ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് വേണം നോമ്പ് തുറക്കാൻ. നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബ്തലത്തിൽ ഉറൂഖു വസബത്തിൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. സൂമു തത്തക്കൂ, നോമ്പെടുക്കുക, ഭക്തരാവുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ മസായിൽ ഫിഖിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.